അഭ്യാസഗാനങ്ങളിൽ അടുത്ത പാഠം വളരെ പ്രാമുഖ്യം വഹിച്ചിട്ടുള്ളൊരു പാഠമാണ്. സപ്തസ്വരങ്ങളിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തി എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ സപ്തതാളങ്ങൾ പഠിക്കാൻ പോകുന്നു. ഈ സപ്തതാളങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് 7 താളങ്ങളാണ്. ഏകതാളം, രൂപകതാളം, ത്രിപുടതാളം, മധ്യതാളം, ജംപതാളം, ധ്രുവതാളം, അടതാളം. ഈ 7 താളങ്ങളിലും ഒന്നാം കാലവും രണ്ടാം കാലവും നമുക്ക് വായിക്കാം. ഒന്നാം കാലത്തിൽ ഒരു വിരലിന് ഒരു അക്ഷരം വെച്ചിട്ടും രണ്ടാം കാലത്തിൽ ഒരു വിരലിന് 2 അക്ഷരം വെച്ചിട്ടും ആണ് വായിക്കേണ്ടത്. ആദ്യം വായിക്കുന്നത് ചതുരസ്ര ജാതി ഏകതാളം. ഏകതാളത്തിൽ ഒരു ലഘു മാത്രമേ ഉള്ളൂ, അതായത് ഒരടിയും വിരലെണ്ണലും. ചതുരസ്ര ജാതി എന്ന് പറയുമ്പോൾ ഈ ലഘുവിന് 4 അക്ഷരമാണ് ഉണ്ടാവുക. അതിനാണ് ചതുരസ്ര ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ചതുരസ്ര ജാതി ഏകതാളം എന്ന് പറയുമ്പോൾ ഒരടി പിന്നെ 3 വിരൽ, മൊത്തം 4 അക്ഷരം. സ രി ഗ മ ഇത്രയേ ഉള്ളൂ ഒരു താളവട്ടം. ഇതിൽ ഈ ധൃതം ഇല്ല, ഈ ലഘു മാത്രമേ ഉള്ളൂ. സ രി ഗ മ രി ഗ മ പ. ഇതിൻ്റെ രണ്ടാം കാലം സ രി ഗ മ രി ഗ മ പ. ഇത് രണ്ടും നമ്മൾ വായിക്കും. ഇതിന് ശേഷം 3 കാലം ഒന്നിച്ച് വായിക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. അതായത് ഒരു പ്രാവശ്യം ഇത് വായിച്ചു വരുമ്പോൾ ഏകതാളം ഒരു പ്രാവശ്യം വായിച്ചു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം കൂടിയുള്ള ഒരു പദ്ധതി ഉണ്ട്. നമുക്ക് ആദ്യം ഒന്നാം കാലം രണ്ടാം കാലം വായിച്ചതിന് ശേഷം അത് നോക്കാം. ആദ്യം ചതുരസ്ര ജാതി ഏകതാളം ഒന്നാം കാലം രണ്ടാം കാലം. ഒന്നാം കാലം രണ്ടാം കാലം വായിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കാലം ഒന്നിച്ച് ഒരു ആവൃത്തത്തിൽ വായിക്കുന്ന രീതി. ഒന്നാം കാലം ഒരു താളവട്ടവും രണ്ടാം കാലം ഒരു താളവട്ടവും മൂന്നാം കാലം ഒരു താളവട്ടവും പിന്നെ രണ്ടാം കാലം ഒരു താളവട്ടം പിന്നെ ഒന്നാം കാലം ഒരു താളവട്ടം. ഇങ്ങനെയാണ് ഈ രീതി. സ രി ഗ മ രി ഗ മ പ ഗ മ പ ദ മ പ ദ നി പ ദ നി സ സ നി ദ പ മ ദ പ മ ഗ പ മ ഗ രി മ ഗ രി സ
സ. ഇതാണ് 3 കാലവും ഒരു ആവൃത്തത്തിൽ തന്നെ വായിക്കേണ്ട രീതി. ഇങ്ങനെ വായിച്ച് ശീലിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കയ്യിൽ ഒരു കാലപ്രമാണം, അക്ഷരകാലം ഇതെല്ലാം ഒന്ന് ഉറപ്പിക്കാനുള്ള ഒരു രീതിയാണിത്. ഇത് ചതുരസ്ര ജാതി ഏകതാളത്തിൽ ഇത് വായിച്ച് നോക്കാം.